ഇതുപോലെ ചെയ്യുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവരൊക്കെ ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. തങ്കപ്പെട്ട മനുഷ്യൻ, എന്തൊരു വിനയം, എന്തൊരു പെരുമാറ്റം. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാൽ കൊടുക്കുന്ന തറവാടാണ്. ഭയങ്കര സ്വീറ്റാണ്, നല്ല ആളുകളാണ്. ആണോ? അപ്പൊ നമ്മളിപ്പോ കുറച്ച് ആൾക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത്. ഓ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? ഒറ്റ അലക്കുന്നുണ്ടല്ലോ നിന്റെ മോന്ത തിരിഞ്ഞു പോകും. മല്ലയ്യക്ക് സ്തുതി പറഞ്ഞവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. കണ്ട അണ്ടനും അടകോണ്ടും കേറി ഇറങ്ങാനുള്ള സ്ഥലം നല്ലത്. അപ്പോ പാകിസ്ഥാനോട് എതിർപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പേഴ്സണലി ഒക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ എല്ലാം ഭയങ്കര പേഴ്സണലി ഇമോഷണലിയാണ് കാണുന്നത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. നമ്മുടെ രാജ്യം ഒരു തിരിച്ചടി കൊടുത്തപ്പോഴേക്കും, ഒരു മറുപടി കൊടുത്തപ്പോഴേക്കും ഇവിടെ അങ്ങ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പാറി കളിക്കുകയാണ്. നന്മയോളികളുടെ ബഹളമാണ്. ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പാറി കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള ആ രാജ്യത്തിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഈ പാറി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പോയി ചത്തുടടാ. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി കൊടുത്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിരിച്ചടി കൊടുത്തത്, അതെന്താണ് ഇവർ മനസ്സിലാക്കാത്തത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. മറ്റുള്ള രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ളവർക്ക് കുരുപൊട്ടും. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ ആർക്കും ഒന്നും സംസാരിക്കണ്ട. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ആദ്യം കാണിച്ച സിനിമാ നടി ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ഒത്തുതീർപ്പാക്കണം പോലും. എന്ത് ഒത്തുതീർപ്പാക്കണമെന്ന്? ഇതെന്തുവാ, അതിർത്തിയിലെ മാവേന്ന് മാങ്ങ പറിച്ച കേസ് വല്ലോ ആണോ? മാവേന്ന് മാങ്ങ പറിച്ച കേസ് വല്ലോ ആണോ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അങ്ങ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിട്ട്? ഒരു കാര്യം ചെയ്യാം, ഇവിടെ കിടന്ന് നന്മ ആഗ്രഹിച്ചുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന, മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ നന്മയോളികളെയും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെയും ഒക്കെ തൂത്തുപറക്കി അവരുടെ മുമ്പിൽ കൊണ്ടുപോയി അങ്ങ് നിർത്താം. അയ്യോ അത് വേണ്ട മോനെ, ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്, കളി കാണാനും. എന്നെ നീ കളി പഠിപ്പിക്കാൻ വരല്ലേ, മനസ്സിലായോ?